ഹലോ, എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന സെയിം ടേസ്റ്റിലും ഫ്ലേവറിലുമുള്ള ഒരു ചിക്കൻ മന്തിയാണ്. ഇതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. മന്തി തയ്യാറാക്കാനുള്ള റൈസ് നമുക്ക് ഒന്ന് കുതിർത്താൻ വെക്കണം. അരമണിക്കൂറോളാണ് കുതിർത്തുന്നത്. ഞാനിവിടെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസ്, അതായത് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന ബസ്മതി റൈസ് ആണെങ്കിലും എടുത്താൽ മതി. 2 കപ്പാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നമ്മുടെ ചെറിയ ബിരിയാണി അരി കൊണ്ട് തയ്യാറാക്കിയാൽ അത്ര നന്നായിട്ട് വരില്ല, അതുകൊണ്ടിട്ട് ഈ റൈസ് തന്നെ എടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം നമുക്ക്, എന്നിട്ട് വേണം കുതിർത്താനായിട്ട് വെക്കാൻ. ഈ അരി ഒന്ന് കഴുകിയെടുക്കാം. അരി കഴുകുമ്പോൾ ഇതിൻ്റെ വെള്ളം സ്റ്റാർച്ച് പോകുന്നത് വരെ കഴുകിയെടുക്കണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല റൈസിന്. നല്ലതുപോലെ ഇതുപോലെ തിരുമ്മി ഒന്ന് കഴുകിയെടുത്തിട്ട് ആ വെള്ളം പോകുന്നത് വരെ ഒന്ന് കഴുകിയെടുക്കണം. ഒരു 6-7 പ്രാവശ്യം കഴുകുമ്പോൾ നല്ലതുപോലെ തെളിഞ്ഞു വരും. എന്നിട്ട് നല്ല വെള്ളത്തിൽ അരമണിക്കൂറോളം കുതിർത്താൻ വെക്കാം. ഞാനിവിടെ സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയുള്ളത് കിട്ടിയില്ലെങ്കിൽ അല്ലാത്തതാണെങ്കിലും എടുത്താൽ മതി. ഇതുപോലെ കുറച്ച് വലിയ പീസുകളായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുക. സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ എടുക്കുമ്പോൾ 5 മിനിറ്റോളം കുറച്ച് വെള്ളത്തിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് മുക്കി വെക്കുക. ഇത് സ്കിന്നിലുള്ള എന്തെങ്കിലുമൊക്കെ അണുക്കളുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുക എല്ലാത്തിലും. മസാലയൊക്കെ ഉള്ളിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. എന്നിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ വേവിക്കുന്നത്. 100-ന്റെ മാഗിയുടെയാണ് ചിക്കൻ സ്റ്റോക്ക് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് തിരുമ്മി ഉടച്ചെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കട്ടയായിട്ട് പലയിടത്ത് കിടക്കും. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് മന്തി മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ദിവസം ഷെയർ ചെയ്യാം. 1.25 ടീസ്പൂണോളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർക്കണ്ട. ഇത്തിരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു കുത്തര് പോലെ വരും. പോരെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകം ഒരു കാര്യം, ഈ മാഗി ക്യൂബിൽ നല്ല ഉപ്പുണ്ട്. ഞാൻ അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ മാഗി ക്യൂബ് എടുക്കുമ്പോൾ ഉപ്പുള്ളതാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. നമ്മൾ വീണ്ടും ഉപ്പിട്ട് കൊടുത്താൽ ഭയങ്കരമായിട്ട് ഉപ്പ് കൂടിപ്പോകും. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ 1/2 കപ്പോളം ഓയിൽ എടുക്കണം. ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത്. റൈസിലോട്ടും ഒക്കെ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ലാസ്റ്റ് നമുക്ക്. ഇനി ഓയിലിലേക്ക് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് ചിക്കനിലോട്ട് പിടിപ്പിച്ചെടുക്കാൻ. ഇത് 1 മണിക്കൂറോളം അല്ലെങ്കിൽ അരമണിക്കൂറോളം ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. അപ്പോഴാണ് ആ മസാല ഒന്ന് അതിലോട്ട് പിടിച്ച് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ തലേന്നാണെങ്കിൽ ഇതുപോലെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇങ്ങനെ പുരട്ടി മാറ്റി വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ആ ചിക്കൻ സ്റ്റോക്കിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ആ ചിക്കനിലോട്ട് ഇറങ്ങി കിട്ടും. ഞാനിവിടെ കുറച്ച് കളർ ചേർക്കുന്നുണ്ട്, റെഡ് കളർ. റെസ്റ്റോറൻറ്റ് സ്റ്റൈല് മന്തി ആയതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. വീഡിയോക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണിത് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഈ ചിക്കനിലോട്ട് പുരട്ടി കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ബാലൻസ് വെച്ചിരിക്കുന്ന ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂറോളം അല്ലെങ്കിൽ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കനൊക്കെ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് മസാലയൊക്കെ അതിലേക്ക് പിടിച്ചു വരും. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ കൂടി ഇതിൽ ചേർക്കാനുള്ള എടുത്തിട്ടുണ്ട്. സ്പൈസസ് ആണ് പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഏലക്ക. വേറൊന്നും ചേർക്കണ്ട, ഇത്രയും മാത്രം മതി. ഒരുപാട് ചേർക്കുകയും വേണ്ട.
പിന്നെ ഞാനിവിടെ ഏലക്ക 2 എണ്ണം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ. അത് വേറൊന്നിനുമല്ല, ഫ്ലേവർ ഒന്ന് ഇതിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം കൂടുതൽ ചേർക്കണ്ട. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പൈസസ് കൂടുതലിടണ്ട, കൂടുതലിട്ട് കഴിഞ്ഞാൽ വല്ലാതെ ഇങ്ങനെ കടിക്കും. പിന്നെ പച്ചമുളക് കൂടെ ചേർക്കാനുണ്ട്. അത് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഒരു പകുതിയോളം ചിക്കൻ വെന്ത് കഴിയുമ്പോഴാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ പച്ചമുളക് ഇതിൽ കിടന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, എണ്ണയിൽ കിടന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇത് മിക്സ് ആക്കിയെടുത്ത് അടുപ്പത്തോട്ട് വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ഫ്ലെയിം കൂട്ടി വെച്ച് ഈ എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ. ചിക്കൻ ഒരുപാട് മുരിഞ്ഞ പോലെ ആക്കിയെടുക്കണ്ട. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മന്തി നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കനൊക്കെ. അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുന്നത്. പിന്നെ തീ കുറച്ച് വെച്ച് വേവിക്കണം, ഇല്ലെങ്കിൽ ചിക്കനും അതിലിട്ടിരിക്കുന്ന ക്യാപ്സിക്കോ സവോളയൊക്കെ വല്ലാതെ അങ്ങ് കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ. ഒരു സൈഡ് തന്നെ ഒരുപാട് നേരം ഇട്ടെടുക്കരുത്. മൊത്തം 20 മിനിറ്റോളം വെച്ച് വേണം ഈ ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും മൂടി വെക്കാം. പിന്നെ മൂടി വെക്കുമ്പോഴത്തേക്കും ആ ചിക്കനിലെ സ്റ്റോക്കും ഒക്കെ അതിലേക്ക് ഇറങ്ങി ആ എണ്ണയിലേക്ക് മിക്സ് ആവും. ഇത് നമുക്ക് ലാസ്റ്റ് ചോറിലോട്ട് ചേർക്കാനുള്ളതാണ്. ഇവിടെ ഒരു ഡ്രൈ ലെമൺ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പറയുന്നത്. നമ്മൾ ക്യാപ്സിക്കം ഒക്കെ ചേർത്തതാണല്ലോ അതിലേക്ക്. തീ കുറച്ച് വെച്ച് തന്നെ വേവിക്കണം, എങ്കിലേ ചിക്കൻ വെന്തും കിട്ടുള്ളൂ നല്ലതുപോലെ. ഒരുപാടിട്ട് കുത്തണ്ട, ഇങ്ങനെ ഉടഞ്ഞു പോകണ്ട. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തിരിച്ചും മറിച്ചുവിട്ട് വേവിച്ചെടുക്കാം. ചിക്കനിലെ സ്റ്റോക്ക് ഒക്കെ ഇറങ്ങാൻ തുടങ്ങി. ഈ സമയത്താണ് ഞാൻ പച്ചമുളക് ചേർക്കുന്നത്. പകുതിയോളം നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. 3 പച്ചമുളകാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ബാക്കി നമുക്ക് റൈസിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. റൈസ് ദം ചെയ്യുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് വേവിച്ചുകൊണ്ടിരിക്കണം. ഞാനിവിടെ ചിക്കൻ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, റൈസ് വേവിക്കാനുള്ള. ചിക്കൻ മറ്റേ അടുപ്പിലിരുന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. റൈസ് വേവിക്കാനായിട്ട് വെള്ളത്തിന് അളവില്ല, കൂടുതൽ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് റൈസ്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി കുതിർത്തി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. കഴുകി അരമണിക്കൂർ കുതിർന്ന് കഴിയുമ്പോൾ റൈസ് ഒന്ന് കോരി വാർന്ന് വെക്കണം. ആ വെള്ളമെല്ലാം പോയി കഴിഞ്ഞ് വേണം ഇതിലേക്ക് ചേർക്കാൻ. ആ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കരുത്. ഇതിലേക്ക് മൊത്തം റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിലേക്ക് ഇനി ഉപ്പും കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഓയിൽ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഒറ്റയായിട്ട് കിട്ടാനാണ്. ഇപ്പം നല്ല ഭംഗിക്ക് കിടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞ പോലെയായി പോവും. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. കാരണം ഇത് നമ്മൾ പറ്റിച്ചല്ലല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് ചേർത്തിട്ട്. അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിൽ നിൽക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെക്കണ്ട. ഇതുപോലെ റൈസ് വേവിക്കാൻ വെച്ചിട്ട് എങ്ങോട്ടും പോവരുത്, കാരണം പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഒരു 8 മിനിറ്റ് ഒക്കെ കൊണ്ട് റൈസ് അങ്ങ് വെന്ത് കിട്ടും. ഒരു 90% വെന്ത് കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. മുഴുവൻ വേവിച്ച് കഴിഞ്ഞാൽ നമ്മളിത് മിക്സ് ചെയ്ത് ദം ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുഴഞ്ഞങ്ങ് പോകും. ഒരു 10 മിനിറ്റോളം നമ്മളിത് ദം ചെയ്യാനിടും. അപ്പോഴത്തേക്കും ബാക്കി ഇവിടെ വെന്ത് കിട്ടും. ഇതാ റൈസൊക്കെ ഇവിടെ വെന്ത് വരുന്നുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആവുന്നുണ്ട്.
ഇത് നല്ലതുപോലെ വെന്ത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു മുരിവൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ക്രിസ്പി പോലെയല്ല, എങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നല്ല ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. അതുകൊണ്ടാണ് ഈ ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇറക്കി വെക്കാം. ഇനി ആ ചിക്കൻ്റെ എണ്ണയും സ്റ്റോക്കും കൂടി കുറച്ച് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. മുഴുവൻ ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലായിടത്തേക്കും എത്തുന്നത് പോലെ ഒന്ന് ആക്കി കൊടുക്കണം. ബാക്കി നമുക്ക് ചോറിൽ ഒഴിക്കാനുള്ളതാണ്. അപ്പോഴാണ് ആ ചോറിൽ ഫ്ലേവർ കിട്ടുന്നത്. കാരണം നമ്മൾ ചോറ് പ്ലെയിൻ ആയിട്ടാണല്ലോ വേവിച്ചെടുത്തിരിക്കുന്നത്, സ്പൈസസ് ഒന്നും ഇടാതെ. ആ സ്റ്റോക്ക് കയ്യിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് ദം ചെയ്തെടുത്ത് കഴിഞ്ഞ് നല്ലൊരു സ്മെല്ലായിരിക്കും. നമുക്ക് സ്മോക്ക് ചെയ്തുകൂടെ എടുക്കാനുണ്ട്. അത് ദം ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ സ്മോക്ക് ചെയ്യുന്നത്. ഇതാ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പുറമേക്ക് ആ സ്റ്റോക്ക് ഒഴിച്ചിട്ട് ബാക്കി റൈസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആ സ്റ്റോക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇടണ്ട, പകുതിയോളം ഇട്ട് കൊടുക്കാം. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ആ ഡ്രൈ ലെമൺ കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് യെല്ലോ കളറല്ല, ഇത് സാഫ്രോൺ വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്. ഇതുകൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചാൽ മതി, പകുതി ബാക്കി റൈസിൽ ഒഴിക്കാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കാവുന്നതാണ്. ബാക്കി ചോറ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി സ്റ്റോക്ക് കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് മന്തി മസാല കൂടി ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാണ്. ഒരുപാട് വേണ്ട. ബാക്കി കളർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് റെഡ് കളറും കൂടി ചേർക്കുന്നുണ്ട്. അത് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊട്ടും നിർബന്ധമില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ദം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3-4 പച്ചമുളക് കൂടി ഇങ്ങനെ, ഇത് നിർബന്ധമായിട്ടും വെച്ച് കൊടുക്കണം. പച്ചമുളകിൻ്റെ ഫ്ലേവർ നമ്മുടെ റൈസിലോട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി മൂടി വെച്ചിട്ട് 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ദമ്മായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്മോക്ക് ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ഒരു ചാർക്കോൾ കത്തിച്ച് ഞാൻ വെക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഇല്ലെങ്കിൽ ചിരട്ട കത്തിച്ചെടുത്താൽ മതി. ചിരട്ട നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ട് കത്തിച്ചിട്ട് കനലാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് ആ പുക ഒന്ന് വരുത്തിയെടുത്താൽ മതി. അപ്പോഴാണ് ആ കറക്റ്റ് മന്തിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇത് പെട്ടെന്ന് തന്നെ ലിഡ് എന്നിട്ട് അടച്ചു വെക്കണം. എത്രത്തോളം സ്മോക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ച് വെക്കാം. ഞാനിവിടെ ജസ്റ്റ് 1 മിനിറ്റേ വെക്കുന്നുള്ളൂ. ഒരുപാട് പുക മണമായാലും നമുക്ക് ആ റൈസ് കഴിക്കാനായിട്ട് തോന്നില്ല, പെട്ടെന്ന് അങ്ങ് മടുപ്പായി പോവും. ഇത് 1 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് എടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി കൊടുത്തിട്ട് നമുക്ക് റൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇതെല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ആ ചിക്കൻ ഒന്ന് കോരി മാറ്റണം, അല്ലെങ്കിൽ ചിക്കൻ അങ്ങ് ഉടഞ്ഞു പോകും. കാരണം നന്നായിട്ട് വെന്തിരിക്കുന്ന ചിക്കനാണ്. നമുക്ക് ചിക്കൻ ആദ്യം കോരി മാറ്റാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കറക്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ആ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഇത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മന്തിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റായി അറിയിക്കുക. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.